ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്നിവിടെ നല്ല സോഫ്റ്റായിട്ട് സിമ്പിൾ കേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നോക്കുന്നത്. അപ്പം നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും അവനവൻ്റെ വീട്ടിൽ ഓവൻ ഇല്ലെങ്കിലും ബീറ്റർ ഇല്ലെങ്കിലും എല്ലാം നമുക്ക് കേക്ക് തയ്യാറാക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതാരും മറക്കരുത്. അപ്പം നമുക്ക് എങ്ങനെയാണ് സോഫ്റ്റ് കേക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം ഞാൻ ഒരു 25 പേർക്കുള്ള പീസ് കട്ട് ചെയ്യാൻ രീതിയിലാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പം ഞാനൊരു 7 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മുട്ടയെല്ലാം അതിനകത്ത് ഒരു ബൗളിൽ അടിച്ചൊഴിക്കുക. അപ്പം ഞാൻ ചുമന്ന കരിവ് വെള്ളക്കരിവ് അതൊന്നും തമ്മിൽ മാറ്റിയിട്ടില്ല, ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കണം. മധുരം കൂടുതൽ വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം, കുറച്ച് വേണ്ട. ഞാനിത് കറക്റ്റായിട്ട് കഴിച്ചവരെല്ലാം പറഞ്ഞ് കറക്റ്റ് മധുരമാണെന്ന്. അപ്പം ഞാനൊരു 6.5 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും പറഞ്ഞു, ഒരേ രീതിക്ക് പറഞ്ഞു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കറക്റ്റ് മധുരമാണെന്ന്. അപ്പം ഞാൻ മൈദപ്പൊടി ഒരു 2 തവണ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് സോഡാപ്പൊടിയും ഒക്കെ ചേർക്കാം. ഇപ്പം ഈ മൈദപ്പൊടി സോഡാപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. മിക്സ് ആയില്ലെങ്കിൽ നമ്മുടെ കേക്ക് ഒരു കാരണവശാലും പൊന്തി വരത്തില്ല. ഈ ഗ്ലാസ്സിനാണ് ഞാനൊരു 3 ഗ്ലാസ് മൈദപ്പൊടി ചേർത്തേക്കുന്നത്. നിങ്ങളൊക്കെ ഏകദേശം 1 ഗ്ലാസ്സിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും നന്നായിട്ട് കഴിക്കാൻ കാണും. അപ്പം ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ പിന്നെ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, 1.5 ടീസ്പൂൺ. അതിനുശേഷം ഒരു 1/4 സ്പൂൺ അപ്പത്തിൻ്റെയൊക്കെ ഈ സോഡ പൗഡർ അതും കൂടെ ചേർക്കുന്നുണ്ട്. അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും ഒരു 3-4 തവണ ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇത് മിക്സ് ആവണം, എന്നാലേ കേക്ക് നന്നായിട്ട് പൊന്തി വരത്തുള്ളൂ. അപ്പോൾ അരിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ മുട്ടയിലേക്ക് അല്പം വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് അല്പം ഓയിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അല്പം ഓയിൽ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും ഓയിൽ നിങ്ങൾ ആരും ഒഴിക്കരുത്. എന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിലുള്ള കുറച്ച് പേർക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് 25 പേർക്കുള്ള പീസ് തയ്യാറാക്കുന്നതുകൊണ്ടാണ്, 25 പീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഓയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്താൽ ഒരുപാട് വലിയ കേക്കായി പോകും. പിന്നീട് പിന്നെ അത് വലിയ ബുദ്ധിമുട്ടും ആവും. പക്ഷേ ഇതേ രീതിയിൽ ചെയ്താൽ വലിയ കേക്ക് വേണമെങ്കിൽ മാത്രമേ ഈ രീതിയിൽ ചെയ്യാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെല്ലാം ഒരു ഗ്ലാസ് മൈദയിൽ നിങ്ങൾ ചെയ്ത് നോക്കും. 3 മുട്ടയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ബട്ടർ പേപ്പർ ഇട്ട് ഇത് നന്നായിട്ട് മാവ് എണ്ണ തൂത്തതിന് ശേഷം മാവ് ഇട്ട് കൊടുക്കണം. മൈദപ്പൊടി തന്നെ ഇട്ട് കൊടുക്കണം. ഇട്ടാലേ കറക്റ്റായിട്ട് നമുക്ക് കേക്ക് കിട്ടത്തുള്ളൂ. മാവ് ഇടാതെ നിങ്ങൾ ചെയ്യരുത്. അപ്പം നമ്മൾ അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. വാവ്, നല്ല കറക്റ്റ് നമ്മൾ അരിമാവൊക്കെ അരയ്ക്കുന്ന അതേ രീതിയിൽ തന്നെ അതേ പിന്നെ അതേപോലെ തന്നെ നമ്മൾ തയ്യാറാക്കിയെടുത്താൽ മതി. അത്രയും വെള്ളം അത്രയും ഒരു ലൂസ് അത്രയാകാം, അതിൽ കൂടുതൽ ഒട്ടും ലൂസായി പോകരുത്. അപ്പോൾ അതിനകത്ത് ബബിൾസൊക്കെ ഒന്ന് പൊട്ടിപ്പോട്ടെ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. നല്ലതുപോലെ തട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് അത് അടച്ചു വെക്കാം. അപ്പം നമുക്ക് പാൻ അടുപ്പിൽ വയ്ക്കാം. നന്നായിട്ട് ഞാൻ പാൻ ചൂടാക്കിയിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പം ആ പാൻ നന്നായിട്ട് ചൂടായതുകൊണ്ട് നമുക്കിനി തീ കുറച്ച് കൊടുക്കാം. ഇനി ഒരു 40 മിനിറ്റ് ഈ ഒരു ഭാഗത്തേക്ക് വരണ്ട. വാവ്, അപ്പം നമ്മുടെ 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റും കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് നന്നായിട്ട് കേക്ക് റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പം നമുക്കിത് ഇനി ഇതൊന്ന് മറിച്ചിടണം. നല്ല ടേസ്റ്റുള്ള കേക്കാണ്, സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, സിമ്പിളായിട്ട് ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പം എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. വാവ്, സൂപ്പർ! ഞാൻ ഉദ്ദേശിച്ചതിലും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മളിങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു
പ്രത്യേക ടേസ്റ്റും ഒരു സന്തോഷവും. നമ്മുടെ മക്കളത് കഴിച്ചിട്ട് അത് കൊള്ളാമെന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം. അപ്പം എല്ലാവരും അവനവൻ്റെ വീട്ടിൽ ഇതൊന്നും തയ്യാറാക്കി നോക്കണം. അപ്പം നമ്മുടെ സോഫ്റ്റ് കേക്ക് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ കീറിയിട്ട് ഞാൻ ഫസ്റ്റ് ലെയറിൽ നിന്ന് തന്നെ 10-12 പീസ് കട്ട് ചെയ്ത് അടിയിലത്തേക്ക് മൊത്തത്തിൽ ഞാനൊരു 25 പീസ് ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കുക.